1-2 ദിവസമായിട്ട് പേർപ്പിൾ ഹാൽസിയൻ്റെ കുറച്ച് വീഡിയോസ് എനിക്ക് പേഴ്സണലി കുറച്ച് പേര് അയച്ചു തന്നു. നിങ്ങൾക്ക് പേർപ്പിൾ ഹാൽസിയനെ അറിയില്ലെങ്കിൽ ഇതാണ് പ്രൊഫൈല്. ഇവരുടെ പേര് അശ്വനി എ എന്നാണ്. പേർപ്പിൾ ഹാൽസിയൻ എന്നാണ് ഇവരുടെ അക്കൗണ്ട് നെയിം. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീസെൻ്റ്ലി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമുക്ക് എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് മെറ്റ തന്നെ ഒരു ഓപ്ഷൻ ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. വ്യൂവേഴ്സിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ സബ്സ്ക്രിപ്ഷൻ വെച്ച് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ കോണ്ടൻറ്റുകൾ പുഷ് ചെയ്യുന്നവരുടെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. മലയാളികളുടെ ഇടയിൽ പേർപ്പിൾ ഹാൽസിയൻ അശ്വിനിയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം കോണ്ടൻറ്റ് ക്രിയേറ്റർ. ഓക്കെ, ഷീ ഹാവ് ലൈക്ക് 19.6K സബ്സ്ക്രൈബേഴ്സ്, ഓൾമോസ്റ്റ് 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 399 രൂപയാണ് മന്ത്ലി ഈ ചാനലിലെ സബ്സ്ക്രിപ്ഷൻ ഫീ അവർ വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് അറൗണ്ട് 80 lakhs പെർ മന്ത് അവർ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവും. അതിൽ ടാക്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വേറെ കാര്യം. ബട്ട് ഇൻ ആൻഡ് അറൗണ്ട് ഒരു 70 to 75 lakhs. ഓക്കെ, അപ്പോൾ ഇവരാണ് ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ബേസുള്ള ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ഇൻസ്റ്റാഗ്രാമിൽ. പൊതുവേ ഇപ്പോൾ കുറേ കോണ്ടൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഈ രേണുസുധീൻ്റെതൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രിപ്ഷൻ വെച്ച് കാണിക്കുകയാണോ ക്ലീവേജും നേവലുമായിട്ട് മലയാളികളുടെ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സാധനത്തിന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും പലരും അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റുമോ? സി, ദെയർ ബോഡി ദെയർ കോണ്ടൻറ്റ്. കാണാൻ ഇഷ്ടമുള്ളവൻ പോയി കാണാതിരിക്കുക, എന്ത് വേണേൽ ചെയ്തോട്ട്. അതിൽ പോയിട്ട് സദാചാരം പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, കാണുന്നവൻ കണ്ടോട്ടെ, കാണിക്കുന്നവർ കാണിച്ചോട്ടെ. ഇനി അതിൽ വേറൊരു വെറൈറ്റി കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ. സോ ബേസിക്കലി ദേ ആർ ഏണിങ്, ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്, ദേ ആർ ഏണിങ് വെൽ. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ പോയിട്ട് ഇവരെ സദാചാരം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കോണ്ടൻറ്റുകൾ മാറ്റണമെന്ന് പറയാനോ നോ. ഇവരിത് ചുമ്മാ വെറുതെ പബ്ലിക്കിൽ പുഷ് ചെയ്ത് വിടുന്നതുമല്ല. സബ്സ്ക്രൈബ് ചെയ്തവർ കാശ് കൊടുത്ത് കാണാൻ വേണ്ടി ഇടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ പർപ്പിളിൻ്റെ കേസിൽ കുറച്ചധികം ആളുകൾ ഇവരെ ഒരു മീം ട്രോൾ ആ രീതിയിൽ ഇവരെ കോണ്ടൻറ്റുകൾ കൊണ്ടുപോയിട്ട് വളരെ വൾഗറായിട്ട് ഇവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കോണ്ടൻറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ആരാണോ അവർക്കെതിരെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ റേസ് ചെയ്ത് ആ ചങ്ങാതിനെ പിടിച്ച് പിന്നെ സ്റ്റോറിക്കകത്ത് അയാളോട് ഇവർ സംസാരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത് ഒരു ഭയങ്കര എന്താ പറയുക കോണ്ടൻറ്റായി, ഒരുപാട് പേര് ഇത് ഡിസ്കസ് ചെയ്തു. ഞാൻ ബേസിക്കലി ഈ ഒരു കോണ്ടൻറ്റിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വൈ? ബിക്കോസ് ഇതിനി അങ്ങോട്ട് ഒരുപാട് സംഭവിക്കാനുള്ളതാണ്. ഈ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ വെച്ച് നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കോണ്ടൻറ്റുകളാണെങ്കിലും അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു ഫോണിൽ അത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഈ സാധനങ്ങളെടുത്ത് പുറത്തിടും. ഇവിടെ കോടികൾ മുടക്കി ആൻറ്റി പൈറസിയൊക്കെ വെച്ച് സിനിമയൊക്കെ ഇറക്കി വിട്ടിട്ടും ഇറങ്ങി അടുത്ത സെക്കൻഡിൽ അത് മൊബൈലിൽ കാണാൻ പറ്റുന്നൊരു കാലത്തിലാണ് ഇതിനൊന്നും പ്രത്യേകിച്ചൊരു തരത്തിലുള്ള സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ഒന്നും കാണൂല. കുറച്ച് കാലം ഇപ്പോൾ ഒരു തുടക്കത്തിൽ ഇതിങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ബേസിക്കലി ഇത് വേറൊരു ഫോണിലൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അതിനൊരു വേറൊരു സൊല്യൂഷൻ മെറ്റയോ ഒക്കെ കണ്ടുപിടിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇട്ടാലും നാട്ടുകാർ അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് ഈ സാധനം അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ക്രാക്ക് ചെയ്ത് പല വഴികളും പല ഹാക്സും ഇവർ കണ്ടുപിടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നവിറ്റബിളാണ് ട്രോളും മീമും എന്നൊക്കെ ഉള്ളത്. വൾഗർ ലെവലിൽ പോവും, ട്രൂഷ്യസ് ആയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഹേർട്ട് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ നിങ്ങളിതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഒരു ലെവൽ വിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കേസ് കൊടുക്കുക, അകത്താക്കുക എന്നല്ല വേറെ പരിപാടിയില്ല. ഇപ്പോൾ ഇവരെന്താണെങ്കിലും ഒരു വാണിംഗ് ആയിട്ട് ഒരുത്തനെ പൊക്കിയവനെ കേസ് കൊടുത്തു, അത് പോലീസ് സ്റ്റേഷനിലെത്തി, അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടു. പക്ഷെ ഞാൻ ഇന്ന് ഇവരിട്ടൊരു സ്റ്റോറിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. നോർമൽ പീപ്പിൾ അറ്റ് ദ ടോൾ വേഴ്സസ് മീ വിത്ത് മൈ ആർമി ഫ്രണ്ട് എന്ന് പറഞ്ഞുള്ളൊരു റീൽ വീഡിയോ ഇവർ കുറച്ച് ദിവസം നമുക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇവർ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. ഇത് ഭയങ്കര എന്താ പറയുക ഒരു അവയർനെസ് പോലെ നിങ്ങളെല്ലാവരും എടുത്താൽ മതി. എൻ്റെ ഈ ഒരു സർക്കിളിലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആരാണെങ്കിലും നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും
ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ഇവരിതിൽ ഈ ഒരു സ്റ്റോറിയിൽ എഴുതിയിട്ടുള്ളത്, എ ഫ്യൂ ഡേയ്സ് എഗോ ഐ അപ്ലോഡഡ് എ റീൽ വെർ വൈൽ പാസിംഗ് എ ടോൾ ഐ ഹാഡ് മെൻഷൻഡ് മൈ ഫ്രണ്ട് ID card. At that time I didn't realize how serious it was. Actually we shouldn't use a defense card for any civil purpose. I now think what I did was mistake, so I am deleting that video. Please everyone do not engage in such actions എന്ന് പറഞ്ഞിട്ട് ആർമി പവർ എന്ന് പറഞ്ഞ് ഇവർ അപ്ലോഡ് ചെയ്ത ഈ നോർമൽ പീപ്പിൾ അറ്റ് ദ ടോൾ വേഴ്സസ് മീ വിത്ത് മൈ ആർമി ഫ്രണ്ട് എന്നുള്ള റീൽ വീഡിയോ ഇവർ പുൾ ഡൗൺ ചെയ്തു. ആക്ച്വലി ഈ വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ഇവർ ഈ ഒരു ടോൾ ബൂത്ത് പാസ് ചെയ്യുന്ന സമയത്ത് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ആ ടോൾ ബൂത്തിലെത്തിയ സമയത്ത് ഇവർ ഈ ആർമി കാർഡ് എടുത്ത് കാണിക്കുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ റീൽ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ വിഷയം ചെങ്കിൽ, നമുക്ക് ഒരു ആർമി ഓഫീസറിൻ്റെ ID കാർഡ് ഇതുപോലെ എടുത്ത് കാണിച്ച് ടോള് പാസ് ചെയ്യാനുള്ള വകുപ്പ് നമുക്കില്ല. ഒരു സിവിലിയനായ നമുക്ക് ഇല്ല. അത് ആർമി ഓഫീസറിൻ്റെ പ്രിവിലേജാണ്. ഒരു ആർമി ഓഫീസർ ഇതുപോലെ ആ കാർഡ് എടുത്തിട്ട് ഒരു റീല് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ പോലും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഇങ്ങനെ വേറൊരാളുടെ കയ്യിൽ കൊടുക്കാനും പാടില്ല. ഇത് ഭയങ്കര സീനുള്ള പരിപാടിയാണ്. ഇവർ ഈ റീൽ അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര്, ഓക്കെ, ആർമിക്കാരായിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് കോമൻ്റ് ഇട്ടപ്പോൾ ഇവരുടെ തന്നെ പേഴ്സണൽ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇവർ തന്നെയാണല്ലോ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മാനേജർ കമൻറ്റ് ചെയ്തു എന്നോ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നവർ കമൻറ്റ് ചെയ്തു എന്നുള്ള വേർഷൻസൊക്കെ വരാം. ബട്ട് സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ എന്താ, ഓക്കെ, പേർപ്പിൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ഒരാൾ കമൻറ്റ് ഇടുമ്പോൾ അതിന് പേർപ്പിൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു POVയിൽ നമുക്കത്രേ അറിയൂ. അപ്പോൾ ഇങ്ങനത്തെ റീൽ വീഡിയോ വന്നു, ആർമി ഓഫീസർ ID കാർഡ് യൂസ് ചെയ്യുന്നു, ടോൾ ബൂത്ത് പാസ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു വീഡിയോ വരുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒഡീഷ്യസ് മേജർ വിജയ് ഭാർഗവ് ഞാനും തമ്മിലുള്ള റിലേഷൻ ഞാൻ പേഴ്സണലി അത് ഞാൻ പറയുന്നില്ല. ബട്ട് ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ ഹീ ഈസ് ബെസ്റ്റ് ഇൻ ബിസിനസ് നൗ. ആർമി റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നാലും ഹീ ഈസ് ദ ബെസ്റ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളിയാണ് അങ്ങേര്. എല്ലാ ലാംഗ്വേജിലും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ബട്ട് ഈ സ്കിൽഡ്. ഓക്കെ, ആർമി ഓഫീസറായിരുന്നു. സോ ഹീ നോ ബെറ്റർ. നമ്മളെക്കാൾ കൂടുതൽ ആർമി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് കാര്യം വരുമ്പോൾ ബെസ്റ്റ് ഇൻ ബിസിനസ്സാണ്. അങ്ങേർക്ക് ഒരുപാട് പേര് ഇത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതുകൊണ്ടായിരിക്കണം അങ്ങേര് വന്നൊരു കോമൻറ്റ് ഇട്ടു. ഒത്ത് വെച്ച് എവിടെയെങ്കിലും യൂസ് ചെയ്ത് അതിൻ്റെ പ്രിവിലേജിൽ പോകാനോ, നോ. ആർമിക്കാരുടെ മക്കളോ ആർമിക്കാരുടെ ഭാര്യയോ മകനോ ആർമിക്കാരുടെ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള പ്രിവിലേജൊക്കെ വേറെ ഉണ്ട്, അത് കിട്ടും. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും, അത് എസ്പെഷ്യലി ഒരു ഫ്രണ്ടിൻ്റെ കൊണ്ടുവന്ന് എടുത്ത് വെച്ച് ID കാർഡ് കാണിച്ചിട്ട്, നോ, അത് ചെയ്തത് തെറ്റ് എന്ന് വേറൊരാൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഇതിൽ വിജയ് ഭാർഗവ് വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടത് ഞാൻ നേരത്തെ വായിച്ചു. അതിനിടയിൽ പർപ്പിളിൻ്റെ കമൻറ്റ് എന്താ വെച്ചെങ്കിൽ, ഒന്ന് പോടെ, റിട്ടയർഡ് ആയില്ലേ, കൂടുതൽ കിടന്ന് തിളയ്ക്കണ്ട. പിന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ. അങ്ങനെ ഒരു ഫൺ റീൽ അല്ല മാഡം ഇതൊരു ഫണ്ണല്ല. ഓക്കെ, നിങ്ങളൊരു ഫണ്ണ് കാണിക്കേണ്ടത് ഒരു ആർമി ഓഫീസറിൻ്റെ ID കാർഡ് വെച്ചിട്ടല്ല. ഫൈൻ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളുകളിൽ ഇത് നിങ്ങളുടെ ഫാസ്ടാഗ് നിന്ന് ഡിഡക്റ്റ് ചെയ്തതാണ്, ഞാൻ ചുമ്മാ ഒരു റീലെടുത്ത, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. അത് ഫണ്ട് കാണിക്കേണ്ട കാര്യമല്ല. ഫണ്ട് കാണിച്ച് അതൊരു സൊസൈറ്റിയിലേക്ക്, പബ്ലിക്കിലേക്ക് ഇറക്കി വിടേണ്ട ഒരു ഐറ്റമായിട്ടല്ല അതെന്നുള്ളത് കൊണ്ടാണ് വിജയ് ഭാർഗവിനെ പോലുള്ളവരും വേറെ കുറേ ആർമി ഓഫീസേഴ്സും ഇതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്തത്. ഇനി ചിലപ്പോൾ ഈ കമൻറ്റ് വന്നതും ചെയ്തതൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതും നാളെ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് മാനേജ് ചെയ്തതിനെതിരെ കേസ് വരും, അവൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. ബട്ട് പ്രൈമറി ആയിട്ട് നിങ്ങൾ തന്നെ പോകേണ്ട ഒരു കാര്യം നിങ്ങളുടെ അക്കൗണ്ട്, അത് മാനേജ് ചെയ്യാൻ ഒരുത്തന് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മാനേജ് ചെയ്യാൻ കൊടുത്തവനായിട്ടുള്ള എഗ്രിമെൻറ്റ്, അത് എത്ര കാലമാണ്, എത്ര ദിവസമായിട്ട് ഇപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൊണ്ടുപോയിട്ട് ഇതെന്താ അറിയോ, ആർമി പ്രൊസീഡിങ്സ് ആണ്. ഒന്നാമത് പടി കിട്ടാൻ പോണത് ഇത് ID കാർഡ് തന്ന ആൾക്ക്.
ഓക്കെ. പിന്നെ എക്സ് ആർമി ആണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഒരു ആർമി ഓഫീസറിനെ ഒരു എന്താ പറയുക പരിധി വിട്ട് കളിയാക്കുന്നത്, അതും പബ്ലിക്കിൽ ഒരു അവയർനെസ് പോലെ നിങ്ങളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അതിൻ്റെ ഡീറ്റെയിലിംഗ് തരുന്ന ഒരാളെ പോയിട്ട് കളിയാക്കുന്നത് വേറെ പരിപാടി. എന്താണെങ്കിലും ഇതിൽ മേജർ വിജയ് ഭാർഗവ് ഒരു വീഡിയോ കൃത്യമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാവാതെ കുറച്ച് നേരം വീണ്ടും ഈ വീഡിയോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരുന്നു, അവിടെയൊക്കെ റിപ്ലൈയും പോയിരുന്നു. This is something that we need to speak about seriously. We often hear about security breaches, honey traps, and sensitive information leakage by the armed forces personnel, right? People often wonder how trained officers fall into such traps. But you know what? Most of these cases, it does not start with something big. It starts small, casual, careless attitude. Now look at this situation for a moment. A civilian, so-called social media influencer. She takes an army officer's ID card, she calls it her friend's, and flashes it at a toll gate as if it belongs to her. She records it, puts it out as content. A civilian taking an army officer's ID card and using it at a toll gate is not a joke. It's not content. It's not just another reel. It's a punishable offense under 318, 19 and 36 of the BNS. An army ID card is not a prop. It's an official government property. Under the Army Act of 1950, an officer is responsible for safeguarding it at all times. It is not to be handed over to anybody, not to be misused. That army man is also liable for punishment under Army Act section 45, 52 and 63. Today you hand over your ID card at the toll gate. Tomorrow what? Entry to a restricted area? Access to something sensitive? Hand over some critical document to a social media influencer for content? Is that what you do? This particular situation happened in Kerala. If any one of my Malayali friends knows who this army friend is, please let me know. The ADGPI's office has taken cognizance of this and they are probing into the matter. Identify this armed forces personnel will make the enquiry a lot easier and faster. This is about national security. Okay, അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ബ്രീച്ച് ഇവിടെ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ വിജയ് പറയുന്നുണ്ട്. ആൻഡ് വിജയ് ഈ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പേർപ്പിളിനെ കുറിച്ച്, ഈ കണ്ടന്റിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ബിക്കോസ് പേർപ്പിൾ വിജയുടെ പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് ഒരുപാട് സംസാരിച്ചു, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അങ്ങേരത് കളഞ്ഞു. ആൻഡ് അറ്റ് ലാസ്റ്റ് അങ്ങേർക്ക് ചെയ്യേണ്ട പരിപാടി വിജയ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഒഫീഷ്യൽസിനെ അറിയിച്ചിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു ആർമി ഓഫീസറിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, രണ്ടുപേരും ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് അവർക്കൊരു പേഴ്സണൽ വിഷയം ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിജയ് ആ വീഡിയോ ഇവിടുന്ന് ടേക്ക് ഡൗൺ ചെയ്തു. ബട്ട് ഞാനിത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസണാണ് ഞാൻ. ഇതിൽ വിജയ് പറഞ്ഞ പോലെ ആർമി പ്രോപ്സ് എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ആർമി ഓഫീസറിൻ്റെ ID കാർഡ് എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലുള്ള സെക്യൂരിറ്റി ബ്രീച്ച് നടക്കുമ്പോൾ ഏത് നാളെ ഏത് സിറ്റുവേഷനിലേക്കും പോകാം. ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ മേജർ വിജയ് ഭാർഗവ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആർമി ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പല ഇൻഫർമേഷൻസും ചോരുന്നതും പല ട്രാപ്പുകളിൽ അവർ പെട്ടതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഇവയിൽ ആ ആർമി ഓഫീസറെയാണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ഓക്കെ, എത്ര കാഷ്വലായിട്ട് ഈ ID കാർഡ് എടുത്തിട്ട് ഒരാളയിൽ കോണ്ടൻറ്റ് ഇപ്പോൾ ഫ്രണ്ട്സിന് ജസ്റ്റ് കൊടുക്കാനും പാടില്ലാത്തൊരു സാധനമാണ്, അങ്ങനെയും ചെയ്യരുത്. എന്നാലും കാണാനോ തൊടാനൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ തിരിച്ച് വാടിക്കാം. ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊടുത്തു, അതിലൊരു കോണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്തു. അതിലാളുകൾ വന്നിട്ട് കൃത്യമായിട്ട് ആ കോണ്ടൻറ്റിനകത്ത് ഇത് തെറ്റാന്ന് പറയുമ്പോഴും ഈ ആർമി ഓഫീസർ അങ്ങേരിത് കാണുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ഇപ്പം എന്തായി ലാസ്റ്റ് അങ്ങേർക്കും വള്ളിയായി, പർപ്പിളിനും അത് വള്ളിയായി. ഇത് ചെറിയ വള്ളിയല്ല, ഇത് നിങ്ങൾ മറ്റേ കോണ്ടൻറ്റ് ക്രിയേറ്റർ നിങ്ങളുടെ വീഡിയോ കൊണ്ടുപോയി ട്രോൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡിഗ്നിറ്റിക്ക് പ്രശ്നം പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾക്കെതിരെ ഒരു ട്രോളും അല്ലെങ്കിൽ ഒരു സാധനം വന്നപ്പോൾ നിങ്ങൾക്കത് പേഴ്സണൽ വിഷയമായി നിങ്ങൾ കേസ് കൊടുത്തു. മാം, ഇത് രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഇത് അത്ര ലൈറ്റായിട്ട് എടുത്തത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ മാനേജർ തോന്നിയതുപോലെ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്ന പരിപാടിയോ, അല്ലെങ്കിൽ ഒരാൾ വന്ന് കാര്യം പറയുമ്പോൾ അതിന് പോടയെന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കേണ്ട ഐറ്റം അല്ല. ഇത് കരഞ്ഞ് വിളിച്ച് നിങ്ങൾ ഇരിക്കേണ്ട ഒരവസ്ഥയ്ക്ക് നിങ്ങളെത്തും. ഇത് ഇന്ന് പർപ്പിളിന് സംഭവിച്ചു, നാളെ ആർക്കും സംഭവിക്കരുത്, ആരും ഇത് ചെയ്യരുത്. സംഭവിക്കരുത് എന്നല്ല, ഇങ്ങനത്തെ പരിപാടി ആരും കാണിക്കരുത്. നമുക്കൊക്കെ ഞാൻ പറഞ്ഞ ആർമി ഫ്രണ്ട്സ് കാണും, അവരുടെയൊക്കെ ഈ പറഞ്ഞ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും ഒക്കെ രാജ്യത്തിന് വേണ്ടി അവർക്ക് രാജ്യം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിലായോ? അത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പം അത് ചെയ്യുക, അല്ലാതെ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ച്
ലാസ്റ്റ് ഒരു കോണ്ടന്റിന് വേണ്ടി എൻറ്റയർ ലൈഫിൽ പുലിവാല് പിടിച്ച് ആരും നടക്കാതിരിക്കുക. പേർപ്പിളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പോഴേ പറയുന്നു, ഇത് വെച്ചൊരു ഹെയ്റ്റും കൂടി അവർക്കിട്ട് കൊടുക്കാൻ നിൽക്കരുത്. ദിസ് ഈസ് എൻ അവെയർനെസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പർപ്പിളിനെയോ അല്ലെങ്കിൽ ആർമി ഓഫീസറിനോ ഹെയ്റ്റ് കയറ്റാനോ കൂട്ടാനോ ഇത് 10 ആളെടുത്ത് വെച്ച് അവരെ തെറി വിളിക്കാനുള്ളൊരു കോണ്ടൻ്റ് അല്ല. ദിസ് ഈസ് എ പ്യുവർ അവെയർനെസ്. ഓക്കെ, ഞാൻ വിജയിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈ യു ഡിലീറ്റഡ് ദാറ്റ് റീൽ എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് പർപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് വിജയ് പറഞ്ഞത്. ദാറ്റ് ഈസ് വിജയ്സ് കോൾ. ഓക്കെ, ഹിസ് പ്രൊഫൈൽ, ഹിസ് കോൾ. ബിക്കോസ് ആ വ്യക്തി ചെയ്യേണ്ടത് ആ വ്യക്തി ചെയ്തു, അത് കൃത്യമായിട്ട് അതോറിറ്റീസിൻ്റെ അടുത്ത് എത്തിച്ചു. ഞാൻ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, ഞാൻ ഇന്ത്യൻ ആർമിയിലും നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രൗഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ എന്താ പറയുക, രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ്, ആർമിയോടുള്ളൊരു ഇഷ്ടവും സ്നേഹവും ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിതൊരു നമ്മുടെ കോണ്ടൻറ് ക്രിയേറ്റർ സർക്കിളിലുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു അട്രോഷ്യസ് ആയിട്ടുള്ള ബ്ലണ്ടർ ചെയ്തിട്ട് ഇനി ഇത് നാളെ ആരും ഇമിറ്റേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചാരും ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ആർമി ഓഫീസേഴ്സിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യിക്കരുത് എന്നുള്ളതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ആയിട്ട് എടുക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് പർപ്പിളിനെ എടുത്തിട്ട് അടിക്കാനോ അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് കുറേ ഹെയ്റ്റ് ഉണ്ട് ഈ സബ്സ്ക്രൈബർ സാധനവും അല്ലെങ്കിൽ അവരുടെ ഈ റീസെൻ്റ്ലി കൊടുത്ത കേസ് റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞ് കുറേ പേര് അവരെ ഈ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വെച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എടുത്തിടുന്നുണ്ട്. അത് തെറ്റാണ്, അവരുടെ ഇഷ്ടമാണ്, അതിനകത്ത് നിങ്ങൾ ഇഷ്ടത്തിന് വിടുക. കാണണം കാണാം, കാണണ്ടത്തം കാണണ്ട. ഓക്കെ, പക്ഷേ ഇത് വേറെ മാറ്ററാണ്, വേറെ വിഷയമാണ്. അതും ഇതും ഇട്ട് കൂട്ടി കുഴക്കരുത്. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. ഇത് പർപ്പിൾ എന്നല്ല, നാളെ ആര് ചെയ്താലും ഇത് ഞാൻ കോണ്ടൻ്റ് ആക്കും, ഞാനിത് ആളുകളിലേക്ക് എത്തിക്കും. ദിസ് ഈസ് അവെയർനെസ്. ഇത് അവെയർനെസ് ആയിട്ട് എടുക്കുക. ഫൈൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് വള്ളി പിടിച്ചാൽ ലൈഫ് ലോങ് സീനാണ്.